കറിയായ ഉണക്ക അയല കായിട്ട് വെച്ചത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളിവിടെ 2 ഉണക്ക അയലയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുക. എന്നിട്ട് ഒരു ഏത്തക്കയാണ്, പച്ച ഏത്തക്ക മീഡിയം സൈസിൽ കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉണക്ക അയല കായിട്ട് വയ്ക്കുന്നത് പഴയ കാലത്തെ ഒരു കറിയാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിന് പുളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കഷ്ണം കുടംപുളിയാണ് ചേർക്കുന്നത്. ഇനി ആവശ്യത്തിന് കറിവേപ്പില കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. പച്ചമുളകും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് കൂടാൻ പാകത്തിന് മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മതിയാവും. 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. ഇവിടെ കാശ്മീരി ചില്ലി അല്ല, നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് 1 ടീസ്പൂൺ മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അതുകൂടെ ചേർത്ത് പാകത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് വേകാൻ വേണ്ടി വയ്ക്കാം. ഈ സമയം ഉപ്പ് ചേർക്കരുത്, ഉണക്ക അയലയ്ക്ക് നല്ല ഉപ്പുണ്ടാവും. ലാസ്റ്റ് ഉപ്പ് വേണമെന്ന് വെച്ചാൽ നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിത് ഗ്യാസിൽ വയ്ക്കാം. നല്ലതുപോലെ വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ച് ചേർക്കണം. ഞാൻ തേങ്ങയ്ക്കകത്ത് മല്ലിപ്പൊടി 1 ടീസ്പൂണും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഈ സമയം ചേർക്കുന്നത്. പിന്നെ 1 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത്, കൂടുതൽ വേണ്ട, ഇത്രയും മതിയാവും. നല്ലതുപോലെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഒരു അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്, അത്രയും തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാം. എനിക്കിത് കുറുകിയിരിക്കുന്നതാണ് താല്പര്യം, അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. ഇനി ഇത് നല്ലതുപോലെ വേകണം. കഷ്ണങ്ങൾ വെന്ത് നല്ലതുപോലെ ഉടയണം. മീൻ നല്ലതുപോലെ ഉടഞ്ഞ് ഇതിലേക്ക് ചേരും. നല്ലതുപോലെ വെന്തതിന് ശേഷം നമുക്ക് അരപ്പ് ചേർക്കാവുന്നതാണ്. ഈ സമയം നിങ്ങൾക്ക് അതിൻ്റെ ഉപ്പ് നോക്കുകയാണെങ്കിൽ നല്ല ഉപ്പാണ് മനസ്സിലാവും. ഇനി നമ്മളതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അരപ്പ് ചേർത്ത് ഇനി നല്ലതുപോലെ തിളയ്ക്കണം. നല്ലപോലെ അരച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തരികളില്ലാതെ അരച്ചെടുക്കുക. ആവശ്യത്തിന് വെള്ളം ഈ സമയം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറുകി വരണമെങ്കിൽ അതിനനുസരിച്ച് തേങ്ങ ചേർക്കുക, വെള്ളം കുറയ്ക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളയ്ക്കുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പണി കഴിഞ്ഞു. ഇനി അധികം സമയം ഇരിക്കേണ്ട ആവശ്യമില്ല. കറി നല്ലതുപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു 2 മിനിറ്റ് കൂടെ വയ്ക്കാം. എല്ലാം ഒന്ന് ചേർന്ന് സെറ്റാവും വരെ നമുക്കൊന്ന് വയ്ക്കാം. നല്ലപോലെ തിളയ്ക്കുന്ന ഈ സമയം വേണം നമ്മൾ ഉപ്പ് നോക്കാനായിട്ട്. നമ്മൾ ഉപ്പ് ഇതിൽ ചേർത്തില്ല എന്ന് ഓർക്കണം. ആദ്യം നല്ല ഉപ്പായിരിക്കും. ഇനി തേങ്ങ ഇട്ടതിന് ശേഷം എനിക്ക് ഉപ്പ് കുറവുണ്ട്, ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഈ സമയം നിങ്ങളുടെ ഉപ്പ് പാകത്തിന് നോക്കണം. എരിവും മുളകും നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. പച്ചമുളക് കൂടുതൽ ഇടണമെങ്കിൽ ഇടാവുന്നതാണ്. ഞാൻ കാശ്മീരി ചില്ലി അരച്ചത്, നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല മുളക് അരച്ച് കൊടുക്കാവുന്നതാണ് ആ സമയം. ഇനി ഇതിലൊന്ന് ചേരണം. എണ്ണയിലേക്ക് ഉലുവയും കടുകും കൂടെ ഇട്ട് അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിനും നമുക്ക് വട്ടത്തിൽ അരിഞ്ഞെടുത്ത ചുമന്നുള്ളിയും കറിവേപ്പില ആവശ്യത്തിന് ചേർക്കാം. ഉലുവ 1 നുള്ളു മതിയാവും, അധികം വേണ്ട. 1/4 ടീസ്പൂണിൽ താഴെ മതിയാവും. അത് നല്ലപോലെ ഒന്ന് വരണ്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് കറിക്കിലേക്ക് ചേർക്കാം. ഉള്ളി നല്ലതുപോലെ വരണ്ടതിന് ശേഷം ഒരു 1/4 ടീസ്പൂണിൽ താഴെ കാശ്മീരി ചില്ലി ഒരു നിറത്തിന് വേണ്ടി മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയുടെ മുകളിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.